പരിശുദ്ധ സഭയിൽ അമ്മ മാതാവിൻ്റെ പല പ്രത്യക്ഷീകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമായിരുന്നു 1947 ഇറ്റലിയിലെ മോണ്ടിക്യാരി എന്നുള്ള സ്ഥലത്ത് ഒരു സാധാരണ നേഴ്സായിരുന്ന പെരീന ഗില്ലിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ റോസ മിസ്റ്റിക് മാതാവ് എന്ന പേരിൽ അമ്മ അറിയപ്പെടുവാനാണ് അവിടെ ആഗ്രഹിച്ചത്. 1947 മെയ് മാസത്തിൽ പെരീന ഗില്ലി ഒരു നേഴ്സായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ആ ചാപ്പലിൽ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശ്രദ്ധിക്കണമേ, ഒരു ഇളം നീല നിറത്തിൽ ഉള്ള ഗൗൺ ധരിച്ച്, മേലങ്കി ധരിച്ച്, വളരെ ദുഃഖിതയായി കണ്ണുനീരോടുകൂടെ അമ്മ വളരെ വേദനയോടെ കരഞ്ഞുകൊണ്ട് വളരെ ദുഃഖിതയായിട്ട് ഈ പെരീന ഗില്ലിക്ക് അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സ്ത്രീ നോക്കിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയത്തിൽ 3 വാളുകൾ തുളച്ചു കയറിയിരിക്കുന്നു. വളരെ വേദനയോടെ, വലിയ ദുഃഖത്തോടെ അമ്മ പെരീന ഗില്ലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ കാണുകയാണ് അമ്മയുടെ ആ ഹൃദയത്തിൽ 3 വാളുകൾ തുളച്ചു കയറിയിരിക്കുന്നു. ഈ 3 വാളുകളുടെ അർത്ഥം എന്താണെന്ന് പെരീന ഗില്ലിക്ക് അമ്മ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ 3 വാളുകൾ കേട്ടോ. നിങ്ങൾ ആ പോസ്റ്റർ നോക്കിക്കേ എൻ്റെ സഹോദരങ്ങളെ. ഒന്നാമത്തെ വാള് ദൈവ വിളികളുടെ നാശത്തെ കുറിച്ച്, നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ വിളികളെ കുറിച്ച് അമ്മ മാതാവ് വേദനിക്കുകയാണ്. അമ്മ കരയുകയാണ്. ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ വിളികൾ, പൗരോഹിത്യം നഷ്ടപ്പെടുത്തി കളയുന്നവരെ, സമർപ്പിത ജീവിതത്തിൽ പ്രവേശിച്ചവരെ, തങ്ങളുടെ സമർപ്പിത ജീവിതം നഷ്ടപ്പെടുത്തുന്നവരെ, അതുപോലെ ഇന്ന് ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവ വിളികൾ, ഇതുമൂലം സ്വർഗം വേദനിക്കുകയാണ്. അതിൻ്റെ അടയാളമായി പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ ഹൃദയത്തിൽ 3 വാളുകളും പേറി പെരീന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞു, ഒന്നാമത്തെ വാള് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ വിളികളെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വാളിനെ കുറിച്ച് എന്താണ് അമ്മ പറഞ്ഞു കൊടുത്തത്? അമ്മ പറഞ്ഞു, മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു. മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകൾ ഇന്ന് ഒത്തിരിയേറെ സ്വർഗത്തെ വേദനിപ്പിക്കുന്നു. സ്വർഗം നിലവിളിക്കുകയാണ്. ഈ സ്വർഗത്തിന്റെ വേദനയാണ് പരിശുദ്ധ അമ്മ മാതാവ് ആ മോണ്ടിക്യാരിയിൽ റോസ മിസ്റ്റിക് അമ്മയായി പ്രത്യക്ഷപ്പെട്ട് വലിയ ദുഃഖിതയായി കണ്ണുനീരോടെ ഈ പെരീന ഗില്ലിയുടെ അരികിലേക്ക് വന്നത്. മാരക പാപത്തിൽ, കഠിന പാപത്തിൽ അനുതാപം നഷ്ടപ്പെട്ട് മാനസാന്തരമില്ലാതെ കഠിന ഹൃദയത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, വൈദികരെയും സമർപ്പിതരെയും അവരുടെ ആത്മനാശം കണ്ട് അമ്മ മാതാവ് വേദനയോടെ കരയുകയാണ്. മൂന്നാമത്തെ വാള് എന്തായിരുന്നു? യൂദാസിനെ പോലെ യേശുവിന് ഒറ്റിക്കൊടുക്കുന്ന വൈദികരെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കെട്ടുകഥകളല്ല പ്രിയപ്പെട്ടവരെ. സഭ ഔദ്യോഗികമായി അംഗീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണമാണ് മോണ്ടിക്യാരിയിൽ റോസ മിസ്റ്റിക് അമ്മയായി നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് സ്വർഗത്തിന്റെ പ്രവചന ദൂതുകളാണ്. ഇന്ന് സ്വർഗം വേദനിക്കുന്നു, സ്വർഗം കരയുന്നു. പരിശുദ്ധ അമ്മ രക്തക്കണ്ണീരൊഴുക്കി ലോകത്തിന്റെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ വേദന നിരന്തരം നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകളും വീഴ്ചകളും ഇന്ന് ഒരുപാട് കർത്താവിൻ്റെ ഹൃദയത്തെ, സ്വർഗത്തെ വേദനിപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ഈ കാണുന്നത്. നിസ്സാര ലാഭത്തിനു വേണ്ടി, നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭേച്ഛകൾക്ക് വേണ്ടി, സ്വാർത്ഥപരമായ ചില താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി സഭയെ തള്ളിപ്പറയുന്ന, കർത്താവായ യേശുവിനെ
ഒറ്റിക്കൊടുക്കുന്ന, നിഷേധിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കള്, ഇങ്ങനെയുള്ള ചില വൈദിക ആത്മാക്കള്. അമ്മ പറയാണ്, ഇവരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ 3 വാളുകളുടെ അർത്ഥം ഏതാണെന്ന് വ്യക്തമായി പരിശുദ്ധ അമ്മ മാതാവ് പെരീന ഗില്ലിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തുടർന്ന് അമ്മ പറഞ്ഞത്, ഞാൻ മൗതിക ശരീരത്തിന്റെ അമ്മയാണ്. മോണ്ടിക്കേരിയിൽ റോസമിസ്റ്റിക് അമ്മയായി പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലോകത്തോടും സഭയോടും അമ്മ വിളിച്ചു പറയുകയാണ്, ഞാൻ മൗതിക ശരീരത്തിന്റെ അമ്മയാണ്. യേശുവിന്റെ മൗതിക ശരീരം ആരാ? അത് പരിശുദ്ധ സഭയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുസഭയുടെ അമ്മയാണ്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. മോണ്ടിക്കേരിയിലെ പെരീന ഗില്ലിക്ക് അമ്മ വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വെളിപ്പെടുത്തലായിരുന്നു, ഞാൻ തിരുസഭയുടെ അമ്മയാണ്, ഞാൻ മൗതിക ശരീരത്തിന്റെ അമ്മയാണ്. ആ വെളിപ്പെടുത്തലുകൾ മുഴുവൻ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്ദേശങ്ങളായിരുന്നു.